കാർഗിലോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. എന്റെ റെജിമെന്റ് മൂവ് ചെയ്യാണ്. അപ്പൊ എന്റെ കമ്പനി they are all getting mentally prepared. Everybody know we are going to die. There is no doubt in that because we want to throw out the Pakistanis from the mountain. Somehow എനിക്ക് ആ മൂവ്മെന്റ് പോകാൻ പറ്റത്തില്ല. I was called to army headquarters for some special work, some strategic work. Now naturally എന്റെ കൂടെ ഇരിക്കുന്ന ട്രൂപ്സിന് ഞാനിതാ പോകാൻ മാനസികമായ വിഷമമാണ്. ഇതിനു മുമ്പ് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഹിന്ദിയിലാണ് ചോദിച്ചത്. अरे दोस्तों, अगर लड़ाई में सुरेश साहब को गोली लग गया तो तुम लोग क्या करेगा? ചോദിച്ചത് अरे दोस्तों एंड फ्रेंड्स, യുദ്ധത്തില് നിങ്ങളുടെ സുരേഷ് സാഹിബിന് ഗോളി ബുള്ളറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി പറയാൻ പോകുന്ന വേർഡ്സ് ഭയങ്കര ഇമോഷണൽ ആണ്. ചിലപ്പോൾ ഞാൻ കാര്യം ശ്രമിക്കുക. അപ്പൊ എന്റെ ജവാൻ സൈന്യത്തിൽ പറഞ്ഞ് വാദിക്കുകയാണ്, साहब अगर आपका छाती में गोली लग गया तो आपको हमारे कंधे में उठाकर ले जाएगा और पाकिस्तानी जमीन पर भारत की झंडा लगाएगा. आप പറഞ്ഞുണ്ടല്ലോ. അത് ഇന്നും ഞാൻ മരിക്കുന്നവരെ അതെന്റെ മനസ്സിൽ കാണും. കാരണം അതാണ് ഒരു അറ്റാച്ച്മെന്റ്. നമ്മൾ ഏത് ബാക്കി പോയാലും അതൊരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ഈ എന്റെ ട്രൂപ്സ് മൂവ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പോകുന്നില്ല. അപ്പൊ എന്റെ ട്രൂപ്സ് വന്നു, സാർ എപ്പോഴും പറയുന്ന ഒരു ജോക്ക് ഒന്ന് പറയാം. സാർ ഇത്രണ്ട് കാണത്തില്ല, സാർ ആ ജോക്ക് ഒന്ന് പറയാം. സ്ലൈറ്റ്ലി വെജിറ്റേറിയൻ ആണ്. ഇനി ഞാൻ ജോക്കിലോട്ട് ഞാൻ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാണ് ഡൽഹിയില്. വൈകുന്നേരം നോക്കിയപ്പോൾ എല്ലാവരും ടെറസിലോട്ട് ഓടുക. ഞാനും ഓടി ടെറസിലോട്ട്. നോക്കിയപ്പോൾ ഒരു കക്ഷി താപ്പോട്ട് നോക്കിയിട്ട് ചാടാൻ തുടങ്ങും. അയാൾക്ക് ഒരു കൈയില്ല, അതായത് അയാളുടെ വലത്തെ കൈയില്ല. പക്ഷെ അയാൾ ഇങ്ങനെ കാണിക്കുന്നു. പക്ഷെ സടലിൽ നിന്നു. അപ്പൊ നമുക്കെല്ലാം ഭയങ്കര ആശ്വാസമായി. ഒരാൾ രക്ഷപ്പെട്ടല്ലോ. അത് തിരിച്ചോടി വരിക, തിരിച്ചോടി വരിക. നമ്മൾ എവിടെ പോവാ? നിക്ക്. പുള്ളി നിൽക്കുന്നില്ല. പുള്ളിയെ പിടിച്ചു നിർത്തിയപ്പോ പുള്ളി പറയുക, ഞാൻ ചാടാൻ നോക്കിയപ്പോഴ് താഴെ ഹോട്ടലിന് താഴെ രണ്ട് കൈയില്ലാത്ത മനുഷ്യൻ ഡാൻസ് ചെയ്യും. പുള്ളി ഇത് കൊള്ളാമല്ലോ, എന്റെ ഒരു കൈയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. പക്ഷെ ഈ മനുഷ്യന് രണ്ട് കൈയില്ല, ഇയാൾ എന്താ ഇത്ര ഹാപ്പി? അപ്പൊ അയാളോട് ചോദിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാം. പുള്ളി താഴെ പോയി ആ മനുഷ്യന്റെ അടുത്തിരുന്ന പുള്ളി രണ്ട് കൈയില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാ രണ്ട് കൈയില്ലാത്ത മനുഷ്യൻ. अब ये चंद कई आदत तोड़ दो भाई साहब मैंने मान लिया. अब इतना खुश क्यों? आपको दोनों हाथ नहीं है. मेरा एक हाथ कट गया फिर भी मैं दुखी हो गया. आप इतना खुश क्यों? मैं आपको दोनों हाथ नहीं है, मेरा एक हाथ कट गया. तो पुलिस वाले ने लगेगा, अरे भाई मैं क्या करूं? आधा घंटा से मेरे इधर खुजली हो रही है. അതായത് അരമണിക്കൂർ കൊണ്ട് എന്റെ ആസനത്തിൽ ഉറുമ്പ് കടിക്കുക. എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇത് എപ്പോഴും എന്റെ ട്രൂപ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോക്കാണ്. ഞാൻ കുറച്ച് മിനിമൈസ് ചെയ്താണ് ആക്ച്വലി ഇങ്ങനെ അല്ല ഇത് പറയേണ്ടത്. കാരണം പഞ്ചാബി പറയുകയാണെങ്കിൽ നിങ്ങൾ ചില ചീത്ത വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡയല്യൂട്ട് ചെയ്ത് പറഞ്ഞത്. പക്ഷെ ട്രൂപ്സിന് അങ്ങനെ പറഞ്ഞാലും മതിയാകും. ഇത് കഴിഞ്ഞു. ഇനി ഞാൻ സോമവാറിനോട് ചോദ്യം. അതായത് എന്റെ മദറിലോ ഷീസ് ഇൻ ഹലോസിനേഷൻ. ഓക്കെ, ഷീസ് ഇൻ സ്റ്റേറ്റ് ഓഫ് ഹലോസിനേഷൻ. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ബാൽക്കണി വരും. ബാൽക്കണിയിൽ തൊഴാൻ വരുന്നതാണ്. ചില സമയം തൊഴാൻ വരുമ്പോൾ സൂര്യനെ കാണത്തില്ല. അപ്പൊ എന്റെ മദറിലോ പറയുന്നത്, മദറിലോയുടെ ബ്രദർ ഈസ് ഇൻ ഓസ്ട്രേലിയ. പുള്ളി ISRO ചെയർമാന് കമ്മീഷൻ കൊടുത്തിട്ട് സൂര്യനെ മറയ്ക്കാം ഉള്ളതാണ്. Because I have to answer the question. ഞാൻ തിരിച്ചു പോകുമ്പോഴേ എനിക്ക് പറയേണ്ടതാണ്. ഓക്കെ, this is number 1. Number 2, പുള്ളിക്കാരത്തിന് ഹലോസിനേഷൻ എന്റെ മകളുടെ ഇൻസെക്യൂരിറ്റി ഉണ്ട്. She is on the verge of getting engaged. So രാത്രി എഴുന്നേറ്റിട്ട്
പുള്ളിക്കാരത്തേക്ക് വരുന്നതാണ്. ഒരുപാട് പേര് വീട്ടിൽ കല്യാണങ്ങളിലേക്ക് വരുന്നതാണ് അമ്മ പറയുന്നത്. പക്ഷേ ഞാൻ ISRO സയന്റിസ്റ്റുമാരെ കൊണ്ട് കെട്ടിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വീട്ടിൽ ഞാൻ അമ്മയ്ക്ക് അത് ജോലിയൊന്നുമില്ല, അത്തമാരെ പിടിച്ചിട്ട് കെട്ടിക്കാൻ ജോലിയൊന്നുമില്ലയോ? സോറി, ഡോട്ട് ടേക്ക് ദാറ്റ്. ഓക്കെ. അല്ല, സുരേഷിന്റെ കൂട്ടുകാരൻ സോമനാഥുണ്ടല്ലോ, സോമനാഥൻ ചോദിച്ചിട്ട് നല്ല പിള്ളേരെ വിളിച്ചിട്ടില്ല പറ്റുമോ? ഞാൻ പറയാം, അന്ന് ഞാൻ സോമനാഥനെ കണ്ട് ചോദിക്കാം. ഇതാണ് എന്റെ 2 ക്വസ്റ്റ്യൻ. ഇനി ഏതാണ്? somebody wants something?